നമ്മളൊക്കെ ലവിങ് കപ്പിൾസ് ആണെങ്കിലും ചില സമയത്ത് പാർട്ട്നേഴ്സിൻ്റെ കൂടെ സർവൈവ് ചെയ്യാൻ നല്ല പാടാണ്. എന്നാൽ അവരൊട്ട് ഇല്ലാണ്ട് സർവൈവ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി മിക്കവർക്കും തോന്നിയിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ബിക്കോസ് ബേസിക്കലി മെന്നിൻ്റെയും വിമൻ്റെയും സൈക്കോളജി ഈസ് വെരി ഡിഫറെൻറ്റ്. ആൻഡ് വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റൈൽ വേദ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അതായത് മെൻ ആൻഡ് ഫ്രം മാർസ് ആൻഡ് വുമൻ ആർ ഫ്രം വീനസ് എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ ഗ്രേ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണിത്. ഇറ്റ്സ് എ ക്ലാസിക് ബുക്ക് ഓൺ റിലേഷൻഷിപ്പ് സൈക്കോളജി. ഇതിൽ പറയുന്ന കോണ്ടാക്ട്സ് ആൻഡ് ടോപ്പിക്സ് ആർ വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം നമുക്ക് റിലേഷൻഷിപ്പിലുള്ളവർക്ക് എല്ലാവർക്കും എന്തായാലും ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓതറിൻ്റെ റിയൽ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻ്റാണ്. ആ ഇൻസിഡൻ്റാണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിച്ചത്. അതായത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും സൈക്കോളജി എത്രത്തോളം ഡിഫറെൻ്റ് ആണ്, അത് നമ്മുടെ ലൈഫിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ഇത് മനസ്സിലാക്കുന്നതോടെ നമ്മുടെ പ്രശ്നങ്ങൾ എത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയുള്ള കുറേ റെവലേഷൻസ് കിട്ടിയൊരു ഇൻസിഡൻ്റാണ് ഈ ബുക്കിൻ്റെ ഇൻട്രോയിൽ പറയുന്നത്. ആ ഇൻസിഡൻ്റാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബുക്കിൻ്റെ കണ്ടൻസിനകത്ത് കുറേ സൈക്കോളജിക്കൽ ഡിഫറൻസസിനെ കുറിച്ചിട്ടും എക്സാമ്പിൾസ് വെച്ചിട്ട് എങ്ങനെ നമുക്കത് കറക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് നോക്കാം. ജോൺ ഗ്രേ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ബോണി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്കൊരു കുട്ടി ഉണ്ടായി. ആൻഡ് ഒരു 5 days ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോഴത്തേക്കും അറിയാലോ, സ്ലീപ്ലെസ് നൈറ്റ്സ് ആണ് ബേബി ഉണ്ടായി കഴിയുമ്പോഴുള്ള. അങ്ങനെ രണ്ടുപേരും ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. ആൻഡ് ഒരു ദിവസം ഇദ്ദേഹം ആക്ച്വലി 5 days കഴിഞ്ഞിട്ട് വീണ്ടും ജോബിന് പോകാൻ തുടങ്ങി. ഇത്രയും നാൾ വീട്ടിൽ നിന്ന് വൈഫിനെ ഹെൽപ്പ് ചെയ്യും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ വൈഫ് കുറച്ച് ബെറ്റർ ആയി എന്ന് തോന്നി തുടങ്ങിയപ്പോൾ ഇദ്ദേഹം ജോബിന് പോയി തുടങ്ങി. ആൻഡ് വൺ ഫൈൻ ഡേ ഈ വൈഫിന് ഓൾറെഡി പെയിൻ കില്ലേഴ്സ് എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. ബട്ട് പെയിൻ കില്ലേഴ്സ് ആക്ച്വലി തീർന്നു പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഓഫീസിലാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ബ്രദർ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് വൈഫിനെയും കുട്ടീനെയും. അപ്പോൾ ബ്രദറിൻ്റെ അടുത്തിട്ട് പറഞ്ഞു വിട്ടു, മെസ്സേജ് അയക്കൂ സംതിങ് ചെയ്തു, ലൈക്ക് പിൽസ് വാങ്ങിച്ചുകൊണ്ട് വരാൻ. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രദർ ആ കാര്യം വിട്ടുപോയി. ആൻഡ് ഇവർ വൈഫ് ഫുൾ ഡേ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഭയങ്കര പെയിനായിരുന്നു, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഫുള്ളി ഒരു ഒറ്റക്കായതുപോലെയും ആരും കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ഫീലിങ്സുമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഈവനിങ് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നത്. ഇദ്ദേഹം ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ഓൾറെഡി സ്ട്രെസ്ഡ് ആയിട്ടാണ്, ഓഫീസിലുള്ള എന്തോ ഇഷ്യൂസൊക്കെ കാരണം ഇദ്ദേഹം ഓൾറെഡി സ്ട്രെസ്ഡ് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. ആൻഡ് വൈഫിനെ നോക്കുമ്പോൾ വൈഫും കംപ്ലീറ്റ്ലി സ്ട്രെസ്ഡ് ഔട്ടായി, ഇതൊക്കെ ഒരു ബ്ലെയിമിങ് നേച്ചറിൽ ഇരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിനെ കുറിച്ച് എന്തൊക്കെയോ ആർഗ്യുമെൻറ്റ്സ് ആയി, ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ വന്നു. അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് എല്ലാ ബ്ലെയിമും ഇദ്ദേഹത്തിലേക്ക് വന്നതുപോലെ തോന്നി. ഇദ്ദേഹത്തിൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ ഇദ്ദേഹം എല്ലാം ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന് മാക്സിമം ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ബ്ലെയിമാണ് കിട്ടുന്നത്. അങ്ങനെ ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് ലീവ് ചെയ്യാൻ പോയി. അതായത് ആ ഒരു ആർഗ്യുമെൻറ്റ്സ് കൂടുതൽ വേഴ്സായി തുടങ്ങിയപ്പോൾ ഇദ്ദേഹം റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്കും ഇവിടെയാണ് ആ ഒരു ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് ആ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സിലുള്ള ചേഞ്ച് കൊണ്ടുവന്ന ഇൻസിഡൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫ് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പ്ലീസ് ഡോണ്ട് ഗോ, ആക്ച്വലി ദിസ് ഇസ് ദ ടൈം വെൻ ഐ നീഡ് യു ദ മോസ്റ്റ്, ഐ ആം ഇൻ പെയിൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൈഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതായത് ജോൺ ഗ്രേ, അതായത് ഹസ്ബൻഡ് ഒരു ഫെയർ വെതർ ഫ്രണ്ടാണെന്നും പറഞ്ഞു. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടും വൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ടും ജോളിയായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു ഹെൽത്തി ഒരു ഹാപ്പി എൻവയൺമെൻറ്റ് ഉള്ളപ്പോൾ മാത്രമാണ് ജോൺ ഗ്രേക്ക് വൈഫുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് മൂഡ്സിലാണെങ്കിൽ, അല്ലെങ്കിൽ അപ്സെറ്റ് ആവുകയാണ്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ ഇവർക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഇമ്മീഡിയറ്റ്ലി ജോൺ ഗ്രേ എസ്കേപ്പ് ആവാണ് സിറ്റുവേഷൻസ് എന്ന്. അപ്പോൾ വൈഫ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ നല്ല മൂഡുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിനും അത് ശരിയാണെന്ന് തോന്നി. ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഭയങ്കര പെയിനിലാണ്, ഇപ്പോഴാണ് എനിക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേണ്ടത്, നിങ്ങളൊന്നും സംസാരിക്കണം എന്ന് തന്നെയില്ല എന്നോട്, ജസ്റ്റ് എൻ്റെ കൂടെ ഇരുന്ന് എന്നെ ഒന്ന്, ഐ നീഡ് ടു ഫീൽ യുവർ ആംസ് അറൗണ്ട് മീ, അത്ര മതി, വേറൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു.
ജോൺ ഗ്രീ ഭയങ്കര ഇമോഷണലായി. അദ്ദേഹം വന്നു, വൈഫിൻ്റെ അടുത്ത് വന്നു. വൈഫിനെ ജസ്റ്റ് ഹഗ് ചെയ്ത് പിടിച്ചു കുറച്ച് നേരം. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫ് തന്നെ ഓക്കെ ആയി. അത് ജസ്റ്റ് ഒരു ഫിസിക്കൽ പ്രസൻസ് മതിയായിരുന്നു അവിടെ. അപ്പോൾ വൈഫ് ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോട്, ജോൺ ഗ്രീനോട് പറഞ്ഞു താങ്ക് യു ഫോർ നോട്ട് ലിവിങ്. അദ്ദേഹം അവിടെ പറയുന്നുണ്ട് അൺകണ്ടീഷണൽ ലവ് എന്താണെന്നൊക്കെ അദ്ദേഹം റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്സിൽ അദ്ദേഹത്തിന് ഭയങ്കര ട്രബിൾ ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ. സോ ഈ ഒരു ഇൻസിഡൻ്റാണ് അദ്ദേഹത്തിന് കുറേ കാര്യങ്ങളിൽ ആ ഒരു റെവലേഷൻസ് കൊടുത്തത്. അതായത് വേറൊരു പെണ്ണായിരുന്നു ആ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒബ്വിയസ്ലി പെട്ടെന്ന് തന്നെ മനസ്സിലായേനെ അവിടെ നമ്മൾ ഒരു ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനോ ഒന്നുമല്ല അവർ നോക്കുന്നത്. ജസ്റ്റ് ആ ഒരു എംപത്തറ്റിക് ആയിട്ട് അവരെ ലിസൺ ചെയ്യാനുള്ളൊരു പേഴ്സൺ, അതൊക്കെയാണ് അവർ ആ ടൈമിൽ നോക്കുന്നുണ്ടാവുക. സോ അത് റിയലൈസ് ആയ പിന്നെ ഇവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. അങ്ങനെ ഇദ്ദേഹം ഇതിനെക്കുറിച്ച് കുറേ റിസർച്ചസ് ചെയ്തു, കുറേ കപ്പിൾസിൻ്റെ ലൈഫിൽ ഇത് ട്രൈ ഔട്ട് ചെയ്തു. അങ്ങനെ കുറേ റിസർച്ചസിന് ശേഷം എഴുതിയിട്ടുള്ളൊരു ബുക്കാണിത്. ഒരുപാട് കപ്പിൾസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തുള്ള കണ്ടൻറ്റ്സ് ആൻഡ് ഈ സൈക്കോളജിക്കൽ ഡിഫറൻസ് തിരിച്ചറിഞ്ഞതിന് ശേഷം കപ്പിൾസിലുള്ള ലൈഫിലുണ്ടായ ഒരുപാട് ചേഞ്ചസ് അങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഈ ബുക്കിൽ പറയുന്നുണ്ട് കേട്ടോ. ഇദ്ദേഹം പറയുന്നുണ്ട് ഈ ഇൻസിഡൻ്റാണ് ഇദ്ദേഹം ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് ഒരു ആർഗ്യുമെൻ്റ് ആകുമ്പോൾ ലീവ് ചെയ്യാണ്ടിരിക്കുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന് അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുത്തു. ബിക്കോസ് ഇദ്ദേഹത്തിന് തന്നെ ഒരു കാര്യം മനസ്സിലായി, ലൈക്ക് മറ്റേ ആൾക്ക് എത്രത്തോളം വേണ്ട സമയത്താണ് നമ്മളൊരു കെയർ കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അല്ലെങ്കിൽ വേണ്ട സമയത്ത് ഒരു കെയർ കൊടുക്കാൻ പറ്റിയതിൽ അദ്ദേഹം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. ഒരു കാര്യം കൂടി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞു എത്ര ഈസിയാണ് വേറൊരാളെ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ ബീങ് ഇൻ എ റിലേഷൻഷിപ്പ് വെൻ ദേ ആർ ഷോൺ ദ വേ. അല്ലേ, നമുക്കൊരു ഡയറക്ഷനോ ഒരു മാനുവലോ ഇല്ലാണ്ടാണ് നമ്മൾ പലരും റിലേഷൻഷിപ്പിലും ലൈഫിൽ പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. ആൻഡ് എല്ലാത്തിനും അതിൻ്റേതായ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. ബട്ട് ഐ തിങ്ക് ഞാൻ ഈ കാര്യത്തിനോട് കുറച്ച് എഗ്രി ചെയ്യുന്നു കേട്ടോ. ആക്ച്വലി ഈ ബുക്ക് വായിച്ചതിന് ശേഷം എനിക്കങ്ങനെ തോന്നി. കാരണം കറക്റ്റായിട്ടൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അദ്ദേഹത്തിന് ആക്ച്വലി ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയത് ലൈഫിൽ. ആ സമയത്ത് വൈഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ആ ഒരു ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് അറിയാണ്ട് തന്നെ പോവും അല്ലേ. സോ ആ ഒരു സൈക്കോളജിക്കൽ ഡിഫറൻസിനെ കുറിച്ചിട്ട് അറിയുകയും അത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളൊരു ഗൈഡൻസ് കിട്ടിയപ്പോൾ അവരുടെ ലവ് ലൈഫ് ഒരുപാട് മാറിയതുപോലെയും അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അങ്ങനെ ജോൺ ഗ്രീക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള ഈ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ സാധിച്ചു. ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോ പോലെയാണ് ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് ആണിനും പെണ്ണിനും സൈക്കോളജിക്കലി നല്ല ഡിഫറെൻ്റ് ആണ്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളതിനൊരു എക്സാമ്പിളാണ്. ദ റിയൽ കണ്ടൻറ്റ് ഓഫ് ദ ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഒരു സ്റ്റോറി പറയുന്നുണ്ട് കേട്ടോ. ഐ തിങ്ക് മേ ബി ദ നെക്സ്റ്റ് വീഡിയോ ഐ വിൽ ഡു ദാറ്റ്. അതിനകത്ത് ആക്ച്വലി ആണുങ്ങളുടെ സൈക്കോളജി കുറച്ചൊരു മിസ്റ്റർ ഫിക്സഡ് പോലെയാണ്. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും അവർ നോക്കുക. നമ്മുടെ അടുത്ത് വൈഫ് ഒരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിന് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കി ഒരു സൊല്യൂഷൻ ആയിരിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഓദർ പറയുന്നത് ആക്ച്വലി വൈഫ് അപ്സെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻസ് കൊടുക്കാം, നോ ഇഷ്യൂസ്. ബട്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻസ് കൊടുക്കാൻ നോക്കരുത്. ജസ്റ്റ് എംപത്തറ്റിക് ആയിട്ട് അവരെ പേഷ്യൻ്റായിട്ട് ലിസൺ ചെയ്യാൻ നോക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഇത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതായത് ബിഫോർ ഈ സൊല്യൂഷൻ കൊടുക്കാൻ നോക്കുമ്പോൾ എങ്ങനെയാണ് വൈഫ് റിയാക്ട് ചെയ്യുന്നതെന്നും അത് കഴിഞ്ഞിട്ട് സൊല്യൂഷൻ കൊടുക്കാണ്ട് എംപത്തറ്റിക് ആയിട്ട് ലിസൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വൈഫ് റിയാക്ട് ചെയ്യുന്നതും എന്നുള്ള ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ പോലത്തെ കൈൻഡ് ഓഫ് ഒരു സിനാരിയോ പറയുന്നുണ്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ. സോ ബോട്ടം ലൈൻ ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചൊരു അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും തെറാപ്പി എടുക്കാനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കൗൺസിലിങ്ങിനൊന്നും പോകുന്നില്ലല്ലോ. സോ വി ഡോണ്ട് നോ എങ്ങനെ ലൈഫ് വരുന്നു അതുപോലെ ഡീൽ ചെയ്ത് പോവാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും പോവുക. ബട്ട് നമ്മൾ ഈ ഒരു ഡിഫറൻസസ് ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഈവൻ ഇഫ് ദർ ഇസ് നോ പ്രോബ്ലം നമുക്ക് കുറച്ചും കൂടി എൻജോയബിൾ ആയിട്ടും സ്മൂത്ത് ആയിട്ടും ലൈഫ് കൊണ്ടുപോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നണം. ആൻഡ് വൺ മോർ തിങ്, അവയർനെസ് വന്നിട്ട് മാത്രം കാര്യമില്ല കേട്ടോ. അവയർനെസ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് നല്ല പോലെ ടൈം എടുക്കും ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ശരിക്കും അപ്ലൈ ചെയ്യാനും ആ പാറ്റേൺസ് ഒക്കെ ചേഞ്ച് ചെയ്യാനും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇന്നത്തെ കണ്ടന്റ്. നിങ്ങൾക്ക് ഈ
ഈ സിമിലർ ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോമെൻറ്റ്. ഇങ്ങനത്തെ കണ്ടൻറ്റ്സ് ആണോ വേണ്ടത്, ഓർ വുഡ് യു ലൈക്ക് ടു ഹാവ്, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറി അതുപോലത്തെ ഉള്ള സ്റ്റോറീസ് വേണോ ഇൻ ആസ് ഫ്യൂച്ചർ വീഡിയോസ്, ഓർ ഡു യു ലൈക്ക് സം ഡിഫറെൻറ്റ് കണ്ടൻറ്റ്സ്? Please do comment so that I will also get to know what you people like. Yeah, അത്രേ ഉള്ളൂ. So take care and have a beautiful life ahead. Thank you.